ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഗോതമ്പ് പൊടിയും നേന്ത്രപ്പഴവും വെച്ചിട്ടാണ് ഞാനത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ആവിയിൽ വേവിച്ചെടുത്ത ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിയ സൈസിലൊരു നേന്ത്രപ്പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചെറിയ സൈസിലുള്ള നേന്ത്രപ്പഴമാണെങ്കിൽ നിങ്ങൾക്കൊരു 3 എണ്ണം വെച്ചിട്ട് എടുക്കാം. ഇനി ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഇഡ്ഡലി ചെമ്പിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇനി ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് വെന്ത് കിട്ടുന്നവരെ നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ പഴമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല പഴുത്ത പഴമാണെങ്കിൽ നിങ്ങൾക്ക് 10 മിനിറ്റ് വേണ്ടി വരില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്ക് ഈ പഴം പുറത്തേക്ക് എടുത്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്ന് തണഞ്ഞ് കിട്ടുന്നവരെ കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ പഴമൊക്കെ നന്നായിട്ട് തണഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. എല്ലാ പഴത്തിൻ്റെയും തൊലിയൊക്കെ നന്നായിട്ട് ഇതുപോലെ കളഞ്ഞതിൻ്റെ ശേഷം നമുക്കിതെല്ലാം ഒരു മിക്സി ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കപ്പ് പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു 3 ഏലക്ക തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതിൻ്റെ കുരുകൾ മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ അരച്ചെടുത്ത് കഴിഞ്ഞു. നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ നല്ല ഫൈനായിട്ട് തന്നെയാണ് നമുക്കിത് അരച്ചെടുക്കേണ്ടത്. ഒട്ടും പഴത്തിൻ്റെ കഷ്ണങ്ങളോ അതുപോലെ തന്നെ ശർക്കരൻ്റെ തരിയൊന്നും പാടില്ല. നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡായി കിട്ടണം. ഇനി നമുക്ക് ഈ അരച്ചെടുത്ത പഴത്തിൻ്റെ കൂട്ട് മറ്റൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ചെറുകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ 1/4 കപ്പ് കാഷ്യൂ നട്ട്സ് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂ നട്ട്സ് പകരമായിട്ട് നിലക്കടല ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നിലക്കടല ചേർത്ത് കൊടുക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതെല്ലാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അടുത്തത് നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ആദ്യം ഒന്ന് നമുക്ക് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നോക്കാം. നമുക്കിവിടെ ഒരു സോഫ്റ്റ് ഡോ ആണ് തയ്യാറാക്കി എടുക്കേണ്ടത്. മാവ് കുറച്ച് ലൂസാണെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ചുകൂടി ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കേണ്ടി വരും. നമ്മൾ കൊഴുക്കട്ടക്കൊക്കെ മാവ് തയ്യാറാക്കി എടുക്കില്ലേ, ആ രീതിയിൽ തന്നെയാണ് ഈ മാവ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇപ്പം കണ്ടില്ലേ, മാവ് കുറച്ച് ലൂസാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഒന്ന് കുറച്ച് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടി ഒട്ടും കൂടുതലാവാൻ പാടില്ല, എന്നാൽ കുറയാനും പാടില്ല. നമുക്ക് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പറ്റണം. ആ രീതിയിലാണ് നമുക്കിവിടെ മാവ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇപ്പോൾ ഇതൊരു കറക്റ്റ് പരുവായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് സ്പൂൺ മാറ്റിയിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നല്ലൊരു സോഫ്റ്റ് ഡോ ആണ് നമുക്ക് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പം ഇനി നമുക്കിതിൻ്റെ ഉണ്ടകൾ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് 2 കൈയിലും കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ഒരു ബോൾ ഷേപ്പ് ആക്കി എടുക്കാം. നമുക്ക് 2 കൈ വെച്ചിട്ടും ഇതുപോലെ ഒന്ന് ഒറ്റി കൊടുത്തിട്ട് ഷേപ്പാക്കി എടുക്കാം. മാവ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് കയ്യിൽ നന്നായിട്ട് ചിലപ്പം ഒട്ടിപ്പിടിച്ചെന്ന് വരും. അപ്പോൾ ഓയിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് കയ്യിൽ തടവി കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ എല്ലാ ഉണ്ടകളും ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിതിവിടെ ഇതുപോലത്തെ ഒരു തട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാ കുഴികളിലും നമുക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതുപോലത്തെ തട്ട് വേണമെന്നൊന്നുമില്ല, നമുക്കിത് ഇഡ്ഡലി തട്ടിലും വേവിച്ചെടുക്കാം. ഇപ്പം ഞാൻ എല്ലാ കുഴിയിലും നല്ല രീതിയിൽ തന്നെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഉണ്ടകളെടുത്തിട്ടും ഇതുപോലെ കുഴിയിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ എല്ലാ കുഴിയിലും ഉണ്ടകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം ചൂടാക്കി എടുത്തിട്ടുണ്ട്. വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഈ തട്ട് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു 10 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഉണ്ടകളൊക്കെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കാം.
അപ്പം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ തട്ടൊന്ന് പുറത്തേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. ഇതൊന്ന് തണുത്ത് കിട്ടിയതിൻ്റെ ശേഷം നമുക്കിത് ഓരോന്നോരോന്നായിട്ട് അടത്തിയെടുക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ അടത്തിയെടുക്കാൻ പറ്റും. തട്ടിലിങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ഇനി നമുക്ക് ഓരോ ഉണ്ടകളും പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ പഴം ആദ്യമേ വേവിച്ചെടുത്തുകൊണ്ട് നമുക്ക് ആവിയിലിത് അധികം നേരം വേവിച്ചെടുക്കേണ്ടി വരില്ല. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതാ നമ്മളെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ആവിയിൽ വേവിച്ചെടുത്ത പലഹാരം തയ്യാറായിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറക്കരുത്.